ഹായ് ചിലകളീസ്. ഞങ്ങളിന്നൊരു സ്ഥലം വരെ പോവാണ്. ഞാനും ഹസ്ബൻഡും കുട്ടികളും പിന്നെ അനിയത്തിയുണ്ട്. അവളെ ഓൺ ദ വേ നമുക്ക് പൊക്കണം. കാരണം അവള് ജോലി ചെയ്യുന്ന സ്ഥലത്തുനിന്ന് വേണം വിളിച്ചോണ്ട് പോകാൻ വേണ്ടി. ഇപ്പൊ രാത്രിയായി, 9:30 കഴിഞ്ഞു കേട്ടോ. അപ്പം പോകാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ കനകക്കുന്ന് കൊട്ടാരമാണ്. കനകക്കുന്ന് കൊട്ടാരം എന്ന് വെച്ചാൽ നമുക്കറിയാം, ഓണാഘോഷങ്ങളുടെ സമാപനം എന്നാന്നാ പറയുന്നത്. അപ്പൊ അവിടെ ഇഷ്ടംപോലെ ലൈറ്റ് അറേഞ്ച്മെന്റ്സും ഒരുപാട് കാര്യങ്ങൾ കാണാനുണ്ട് കേട്ടോ. അപ്പം നമുക്ക് പോകുന്ന വഴിക്ക് കാണാം. അപ്പൊ ഓക്കെ, ടാറ്റാ. ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ അവിടെ ചെന്നപ്പോഴേക്കും സമയം എല്ലാം കഴിഞ്ഞായിരുന്നു. ശരിക്കും 10 മണി വരെ ഉള്ളു അവിടെ. ഞങ്ങൾ ഇവിടുന്ന് പോയപ്പോൾ തന്നെ 9:45 കഴിഞ്ഞു. പിന്നെ കയ്യകാലയൊക്കെ പിടിച്ച് നോക്കി അകത്ത് കയറ്റി വിടുമെന്ന് സമ്മതിച്ചില്ല. ഞാൻ വേറെ ജില്ലക്കാരിയാന്ന് വരെ പറഞ്ഞു നോക്കി, എന്നിട്ടും അവർ സമ്മതിച്ചില്ല. പിന്നെ നമ്മൾ അത്ര ദൂരം വന്നതല്ലേ, സമയം കളയണ്ടെന്ന് വിചാരിച്ചു ശംഖുമുഖത്തേക്ക് പോകാൻ തീരുമാനിച്ചു. അവിടെ ചെന്നത് നഷ്ടമൊന്നും അല്ലായിരുന്നു കേട്ടോ. ഇഷ്ടം പോലെ സ്റ്റോളുകളുണ്ട്. ഈ ഓണം ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു, ഓണ സീസണല്ലേ, അതുകൊണ്ടാണെന്ന് ഇഷ്ടംപോലെ വഴിയോര കച്ചവടക്കാരുണ്ട്. കുട്ടി കുട്ടി സ്റ്റോളുകൾ, ഡ്രസ്സുകൾ, കുപ്പിവളകൾ, ഇയർ റിങ്സ് എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ കപ്പുകളാണേ. ഇവിടുന്ന് അത് എല്ലാ കപ്പൊന്നുമില്ല, ഈ ബ്ലാക്ക് കപ്പ് എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. എനിക്ക് ബ്ലാക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെയാണ് ഞങ്ങൾ ഈ കപ്പ് നോക്കി. ബ്ലാക്ക് കപ്പിൽ അത്രയും വലിയ കപ്പ് വേണ്ടായിരുന്നു, എനിക്ക് ഈ ചെറിയ കപ്പായിരുന്നു ഇഷ്ടപ്പെട്ടത്. അതിന് 40 രൂപയാണ്, വലുതിന് 60. ഞങ്ങളൊരു സെറ്റ് കപ്പ് അവിടുന്ന് വാങ്ങിച്ചു. പിന്നെ കുഞ്ഞു മക്കളെ ആകർഷിക്കുന്ന ഒരുപാട് കാര്യങ്ങളാണുള്ളത്. പിന്നെ കുതിര സവാരി ഉണ്ടായിരുന്നു, 2 കുതിരകളുണ്ടായിരുന്നു. അത് രാത്രിയിലും സവാരി നടക്കുന്നുണ്ടായിരുന്നു. പിന്നെന്താ, എനിക്ക് തോന്നുന്നു കുഞ്ഞുങ്ങളെ ആകർഷിക്കത്തക്ക രീതിയിലുള്ള കാര്യങ്ങളായിരുന്നു അവിടെ കൂടുതലായിട്ടുണ്ടായിരുന്നു. നമ്മൾ കുഞ്ഞുമക്കൾ എന്തെങ്കിലുമൊക്കെ ചോദിച്ചാൽ വാങ്ങിച്ചു കൊടുക്കാതിരിക്കില്ലല്ലോ പേരൻസ്, അതുകൊണ്ടാവാം. പിന്നെന്താ, എൻ്റെ അനിയത്തിക്കാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത്, കാണിച്ചു തരാവേ. ഈ കരിവളയായിരുന്നു കേട്ടോ. ഇഷ്ടംപോലെ കുപ്പിവളകൾ അവിടെ ഉണ്ട്, പല പല കളറുകളെല്ലാം ഉണ്ടായിരുന്നു. അപ്പം അവൾക്ക് ഇഷ്ടപ്പെട്ടത് കരിവളയായിരുന്നു. അവൾക്കൊരു സെറ്റ് കരിവള വാങ്ങി. പിന്നെന്താ, എല്ലാം ഞങ്ങളിങ്ങനെ കണ്ടു. ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ടതാ ഒരു സാധനം കാണിച്ചു തരാം. ഈ നീല കാണുന്നൊരു തീവണ്ടി പോലത്തെ ഒരു കളിവണ്ടി കേട്ടോ. കുഞ്ഞു മക്കൾക്ക് കയറാനുള്ളതാണെന്ന് തോന്നുന്നു, പക്ഷേ വലിയ മക്കളൊക്കെ അതിലുണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നു അവിടെ ഫുള്ള് ചുറ്റിക്കറങ്ങി കാണുന്നതായിരുന്നേ. ഞങ്ങൾ അങ്ങോട്ട് പോയപ്പോൾ ഈ വണ്ടി യാത്ര തിരിച്ചതാണ്. തിരിച്ചു വരാൻ നേരമാണ് ഇത് തിരിച്ചു വരുന്നത് കേട്ടോ. ആ സമയം ഞങ്ങളവിടെ ഫുള്ള് ചുറ്റിക്കറങ്ങി കണ്ടു കേട്ടോ. ഇഷ്ടം പോലെ കാണാനുണ്ട് കേട്ടോ. പിന്നെ ഇതാ കാണുന്ന മരണക്കിണർ നടക്കുന്ന സ്ഥലമാണ്. ഇഷ്ടംപോലെ റൈഡുകൾ പകലുണ്ടെന്നാണ് അറിയാനായിട്ട് കഴിഞ്ഞത്. അങ്ങനെ നമ്മുടെ തീവണ്ടി തിരിച്ചു വന്നു കേട്ടോ. പിന്നെ നമ്മൾ എവിടെ എന്ന് പോയാലും ഇഷ്ടമുള്ളൊരു സാധനമാണ്, നമ്മുടെ പ്രായം മറന്ന് നമ്മൾ കുട്ടികളാവുന്നൊരു സാധനമാണ് ഈ ബബിൾസ് പൊട്ടിക്കുന്നത് കേട്ടോ. എൻ്റെ മോൻ അവിടെ, ഞങ്ങളൊക്കെ കളിക്കും കേട്ടോ ബബിൾസ്. അവർ ബബിൾസ് ഉണ്ട് ഇങ്ങനെ വിടും, അത് നമ്മളിങ്ങനെ കൈ കൊണ്ട് പോയി തൊട്ട് പൊട്ടിക്കും. പ്രായഭേദമന്യേ എല്ലാവരും ചെയ്യുന്നൊരു കാര്യമാണ്. പിന്നെന്താ, പിന്നെ വേറൊരു കാര്യം കാണിച്ചു തരാം. അവിടെ ഒരു പപ്പറ്റ് ഷോ ആണെന്ന് തോന്നുന്നു. എനിക്ക് പപ്പറ്റ് ഷോ ആണെന്ന് പറയും. പാവകളി പോലത്തെ ഒരു സംഭവം എന്തോ ഉണ്ടായിരുന്നു. കുറേ പാവകളിങ്ങനെ നൂലിൽ, പാവകളെല്ലാം പാവ ഉറങ്ങും കേട്ടോ. പിന്നെ നാളെ നമുക്ക് എന്താണെന്ന് അറിയില്ല, പകൽ പോയാലേ അറിയത്തുള്ളൂ. പിന്നെന്താ, ഞങ്ങൾ ഒരുപാട് നേരം ഒന്നും അവിടെ ഇങ്ങനെ സാധനങ്ങളൊക്കെ ഒത്തിരി നേരം എല്ലാ തവണ പോകുന്ന പോലെ ഒരുപാട് നേരമൊന്നും ചിലവഴിച്ചില്ല. ജസ്റ്റ് എല്ലാ സ്റ്റോളുകളിലൂടെയും കയറി ഇറങ്ങി കുറേ കുഞ്ഞു കുഞ്ഞു സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. ഒരു ഐസ്ക്രീമൊക്കെ കുടിച്ചു. പിന്നെന്താ, കുറച്ച് നേരമൊക്കെ അവിടെ കളിച്ചു കേട്ടോ. മക്കൾക്ക് സന്തോഷമല്ലേ, അത് നമ്മൾ അവരുടെ സന്തോഷം കാണണമല്ലോ, സ്കൂളൊക്കെ തുറക്കുമല്ലേ. അങ്ങനെ ഞങ്ങൾ സമയമൊക്കെ ആയതുകൊണ്ട് തന്നെ നേരെ തിരിച്ച് വീണ്ടും വീട്ടിലേക്ക് വന്നു. ഒത്തിരി സമയമൊന്നും അവിടെ ചിലവഴിക്കാൻ പറ്റിയില്ല. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വന്നപ്പോൾ തന്നെ ഏകദേശം 12:45 1 മണിയൊക്കെ അടുത്തായി. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റാ.